എനിക്ക് തോന്നുന്നു അന്ന് അദ്ദേഹം എന്നെ കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കർണാടകത്തിലുള്ള ലാൻഡ് മുഴുവൻ കാണിച്ചതിൻ്റെ രഹസ്യം കൊണ്ട് ഞാൻ പറയാം. അദ്ദേഹം അങ്ങനെ സാമ്പത്തികമായി പൊട്ടിപ്പൊളിഞ്ഞിട്ടില്ല എന്ന് എന്നെ ബോധ്യപ്പെടുത്തുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കാര്യം ഏഷ്യാനെറ്റിൽ ഇരിക്കുന്ന ഒരാൾ ഇതിങ്ങനെ പറയുമ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിലെങ്ങാണോ ഇത് കാണാൻ വരുമോ എന്ന് അദ്ദേഹം ചിന്തിച്ചെന്നറിയാം. എന്തായാലും അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു അദ്ദേഹം അന്ന് ചെയ്തതെന്ന് ഞാൻ പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ ഒരു കാര്യം കൂടി ആഷ്മി, നമ്മുടെ നമ്മുടെ ടിക്കറിൽ ഇപ്പോൾ എഴുതി കാണിക്കുന്ന ഡോക്ടർ സി ജെ റോയ് എന്നാണ്. അത് അദ്ദേഹത്തിന് എന്നും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ റോയ് സി ജെ എന്ന് കാണിക്കാനാണ്. നമ്മളും അങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്. ഡോക്ടർ റോയ് സി ജെ എന്ന് എന്ന് എന്നെ കൊണ്ട് തന്നെ എഴുതി മാറ്റിച്ചിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ നമ്മൾ മരണാനന്തരം അദ്ദേഹത്തെക്കുറിച്ച് നല്ലൊരു സുഹൃത്തായിരുന്നു. പിന്നെ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെയൊക്കെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. മാത്രമല്ല നമ്മൾ അദ്ദേഹത്തിനെക്കുറിച്ച് കുറേ ഷോ റീലുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ വിശദാംശങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ അദ്ദേഹം നല്ല ധനാഢ്യനായിരുന്നു, നല്ല വ്യവസായിയായിരുന്നു, വളരെ കഠിനാധ്വാനിയായ ഒരാളായിരുന്നു. ഗൾഫ് നാടുകളിലൊക്കെ പോയി അദ്ദേഹം ബിസിനസ് ചെയ്തു. അതൊക്കെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഫ്ലവേഴ്സുമായിട്ട് യോജിച്ച് അദ്ദേഹം കുറേ അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നെറ്റ്വർക്ക് വളരുന്നതൊക്കെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ കണ്ട ഒരു നല്ല സുഹൃത്തിൻ്റെ വിരഹമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് 56 വയസ്സ്, എന്നേക്കാൾ ഒരു 10 വയസ്സ് ഡോക്ടർ റോയ് സി ജെക്ക് കുറവാണ് എന്ന് ഞാൻ പറയുകയാണ്. പക്ഷേ അദ്ദേഹം എന്നെ ഒരു അധ്യാപകൻ ആയിരുന്ന ഒരാളാണ് ഞാൻ, ഒരു മാഷായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ മാഷെന്ന് വിളിക്കുമ്പോൾ ഞാൻ ചില സമയത്തൊക്കെ അറിയാതെ നിർവൃതി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ആ കുടുംബം, അദ്ദേഹത്തിൻ്റെ 2 മക്കൾ, അവരെക്കുറിച്ചൊക്കെ ഞാൻ അറിയാതെ ഓർമ്മിച്ചു പോകുന്നു. കാര്യം അകാലത്തിൽ ഇങ്ങനെ ഹസ്ബൻഡ് പോയി കഴിഞ്ഞാലുള്ള ഭാര്യയുടെ വിഷാദം, ആ മക്കളുടെ ദുഃഖം, അതൊക്കെ നമുക്ക് താങ്ങാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ കീഴിൽ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അപ്പോൾ അവരുടെ എംപ്ലോയീസ്, അവരുടെ വേദന, ഇതൊക്കെ ഞാൻ അവരുമായിട്ടൊക്കെ ഈ വേദന ഞാൻ പങ്കിടുകയാണ്. ഒരുപക്ഷെ നമ്മുടെ മനസ്സിൽ എന്നും ഡോക്ടർ റോയ് സി ജെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.